പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ റീസർവേക്ക് ശേഷം ഭൂനികുതി എങ്ങനെയാണ് അടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. റീസർവേക്ക് ശേഷം ഭൂവിവരങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതായി നമുക്കറിയാം. റീസർവേക്ക് ശേഷം ഭൂവിവരങ്ങളിൽ വന്ന മാറ്റം, അതായത് തണ്ടപ്പേർ നമ്പർ, ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ എന്നിങ്ങനെ എല്ലാം മാറിയിട്ടുണ്ടല്ലോ. ചിലർക്ക് ഭൂവിസ്തീർണത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ഈ മാറ്റം വന്ന വിവരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. എന്റെ ഭൂമി പോർട്ടലിനെക്കുറിച്ചുള്ള ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഇനി റീസർവേക്ക് ശേഷം ഭൂനികുതി എങ്ങനെ അടക്കാം എന്ന് നോക്കാം. ഞാനിവിടെ റവന്യൂ വകുപ്പിന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്താണ് ഭൂനികുതി അടക്കുന്നത്. അതിനായി റവന്യൂ വകുപ്പിന്റെ സൈറ്റിൽ പോയി ലോഗിൻ ചെയ്യുക. റവന്യൂ വകുപ്പിന്റെ സൈറ്റിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കായി രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഇവിടെ മുമ്പ് ഈ സൈറ്റിലൂടെ പേ ചെയ്തവർക്ക് ഡാഷ്ബോർഡിൽ തന്നെ പെൻഡിങ്ങുള്ള ടാക്സ് വിവരങ്ങൾ കാണാവുന്നതാണ്. എന്നാൽ പുതുതായി ഒരു വസ്തുവിന്റെ നികുതി അടക്കാനായി പേയ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് ലാൻഡ് ടാക്സിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ ജില്ലയും താലൂക്ക്, വില്ലേജ് എന്നിവ നൽകുക. തുടർന്ന് ബ്ലോക്ക് നമ്പർ നൽകുക. പിന്നീട് തണ്ടപ്പേർ നമ്പരും സർവേ നമ്പരും നൽകി വ്യൂ ആൻഡ് അഡിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മൾ സെർച്ച് ചെയ്ത് ഭൂവിവരങ്ങൾ പോപ്പ് വിൻഡോയിൽ കാണുന്നതാണ്. തുടർന്ന് ആഡ് ഫോർ പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരികയും ഇവിടെ ലാസ്റ്റ് ടാക്സ് വിവരങ്ങളും പേരും മൊബൈൽ നമ്പരും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ സാധാരണ പേര് മാത്രം കൊടുത്താൽ മതിയാവുന്നതിനാൽ പേര് കൊടുത്ത് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. സാധാരണ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് പേയ്മെന്റ് പേജിലേക്കാണ് പോകാറുള്ളത്. എന്നാൽ ഇപ്പോൾ റീസർവേ നടന്ന ഭൂമിയുടെ നികുതി അടക്കാനായി സബ്മിറ്റ് ചെയ്യുമ്പോൾ പേയ്മെന്റ് റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നു കാണിക്കുന്നതാണ്. പിന്നീട് വലതുഭാഗത്തുള്ള പേയ്മെന്റ് ഡ്യൂ ഓപ്ഷനിൽ പോയാൽ ഇവിടെ നേരത്തെ ആഡ് ചെയ്ത ഭൂവിവരങ്ങൾ കാണുകയും അതിന്റെ സ്റ്റാറ്റസ് നോക്കിയാൽ പെൻഡിംഗ് ഫോർ വിഒസ് അപ്രൂവൽ എന്നു കാണുന്നതാണ്. അതായത് വില്ലേജ് ഓഫീസറുടെ അപ്രൂവൽ വേണമെന്നാണ് പറയുന്നത്. തുടർന്ന് വില്ലേജ് ഓഫീസറെ ബന്ധപ്പെട്ട് അപ്രൂവൽ ചെയ്യാനായി പറയുകയും അവിടുന്ന് അപ്രൂവൽ ചെയ്തതിനു ശേഷം നമുക്ക് നികുതി അടക്കാവുന്നതുമാണ്. ചില കേസിൽ, ഉദാഹരണത്തിന് റീസർവേക്ക് ശേഷം ഭൂമിയുടെ വിസ്തീർണത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ നികുതി അടക്കാനാവുന്നതല്ല. ഇങ്ങനെയുള്ള കേസിൽ കുറച്ചുകൂടി കാലതാമസം വരുമെന്നും ഒരു അറിയിപ്പ് വരുന്നത് വരെ തത്കാലം നമുക്ക് നികുതി അടക്കാനാവില്ല എന്നാണ് അധികാരികളിൽ നിന്നും വന്ന വിവരം. ഇനി വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്തതിനു ശേഷം പേയ്മെന്റ് ഡ്യൂവിൽ പോയാൽ വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്ത വസ്തുവിന്റെ സ്റ്റാറ്റസ് മാറുകയും ഇവിടെ പേ ഓപ്ഷൻ കാണാവുന്നതുമാണ്. പിന്നീട് പേയിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പോപ്പ് വരികയും ഇവിടെ പേ ചെയ്യേണ്ട എമൗണ്ട് കാണുകയും ചെയ്യുന്നതാണ്. എന്നാൽ റീസർവേ ചാർജായി ഒരു ഫീസ് കൂടി ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നതായും കാണാം. റീസർവേ ചാർജായി ഒരു ഫീസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 386 എനിക്ക് റീസർവേ ഇനത്തിൽ ചാർജ് ഫീസ് ചേർത്തിട്ടുള്ളത്. എന്നാൽ ഭൂമിയുടെ വിസ്തീർണാടിസ്ഥാനത്തിൽ ഈ ചാർജിൽ വ്യത്യാസമുണ്ടാകുമെന്നാണ് അറിഞ്ഞത്. തുടർന്ന് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും അനുയോജ്യമായ പേ മെത്തേഡ് ഉപയോഗിച്ച് മുന്നോട്ട് പോകുക. ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചു പേ ചെയ്യുന്നതിനാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡിൽ പോകുന്നു. തുടർന്ന് GRN നമ്പർ ജനറേറ്റ് ആയി വരികയും ഇവിടെ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതുമാണ്. തുടർന്ന് കാർഡ് സെലക്ട് ചെയ്ത് കാർഡ് വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്ത് തുടർന്ന് ലഭിക്കുന്ന OTP നൽകി സബ്മിറ്റ് ചെയ്യുക. പേയ്മെന്റ് കംപ്ലീറ്റ് ആകുന്നതോടെ പുതിയ സർവേ പ്രകാരമുള്ള വിവരങ്ങളടങ്ങിയ റെസിപ്റ്റ് ഡൗൺലോഡായി വരുന്നതാണ്. റീസർവേക്ക് ശേഷം നികുതി റെസിപ്റ്റിൽ റീസർവേയിൽ ഭൂവിവരങ്ങളിൽ വന്ന മാറ്റമല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. പഴയ ഫോർമാറ്റിലുള്ള അതേ റെസിപ്റ്റാണ് ലഭിച്ചത്. ഇങ്ങനെയാണ് നിലവിൽ ഭൂനികുതി അടക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.